നമസ്കാരം. പ്രിയപ്പെട്ട 10ാം ക്ലാസ് തുല്യത പഠിതാക്കളായ വിദ്യാർത്ഥികളെ, തുല്യത 14ാം ബാച്ചിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുഹൈൽ, വീട് പുതുപ്പറമ്പാണ്. ഫിസിക്സ് അധ്യാപകനാണ് ഞാൻ. അപ്പോൾ ഈ കോവിഡ് കാലത്ത് നിങ്ങളെ അടുത്ത് പരിചയപ്പെടാൻ സാധിക്കാത്തതിൽ അതിയായ വിഷമമുണ്ട്. എങ്കിലും ലോകത്തിൻ്റെ രോഗമുക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. 10ാം ക്ലാസ്സിൻ്റെ ഈ തുല്യതാ ബാച്ചിൽ നിങ്ങൾ ചേർന്ന നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കാനാണ് ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് നിങ്ങൾ. ഈ ജോലിക്കിടയിലും ഈ 10ാം ക്ലാസ്സിൻ്റെ തുല്യതാ പഠനത്തിനായി നിങ്ങൾ സമയം കണ്ടെത്തിയതിൽ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോഴ്സാണ് SSLC തുല്യത. നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും പാസ്സാകുന്ന ഒരു കോഴ്സാണ് SSLC തുല്യത. അപ്പം അതിന് ആദ്യം വേണ്ടത് നമ്മുടെ ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക എന്നതാണ്. നമ്മളെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ തുല്യതാ കോഴ്സിൽ നമ്മളെ പാഠഭാഗങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ സാധാ സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പാഠഭാഗങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. കാരണം മിക്ക കുട്ടികൾക്കും, എല്ലാവർക്കും അല്ല, മിക്ക കുട്ടികൾക്കും, കാരണം അവർക്ക് ഒരുപാട് അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പം നമ്മളെ അടുക്കളയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതേപോലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ കുട്ടികൾക്ക് എന്തില്ല, ചെറിയ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് വലിയ അനുഭവങ്ങളൊന്നുമില്ല. നമുക്ക് ഒരുപാട് യാത്ര ചെയ്ത അനുഭവങ്ങളുണ്ട്. നമ്മളെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്. ഇപ്പം നമുക്ക് വയറിങ് ജോലി ചെയ്യുന്നവരുണ്ട്, ചില എൻജിനീയർമാരുണ്ട്, ഓട്ടോമൊബൈൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ, മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ് ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത. പ്രകാശവുമായി ബന്ധപ്പെട്ട്, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട്, ഇതൊക്കെ നമുക്ക് അനുഭവങ്ങളുള്ളതാണ്. നമ്മളെ വീടുകളിലൊക്കെ ഒരുപാട് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അതിൻ്റെ വർക്കിംഗ് ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നതാണ്. ഇലക്ട്രിക്കൽ വർക്ക് അറിയുന്നവരുണ്ട്, ഇലക്ട്രോണിക്സ് അറിയുന്നവരൊക്കെ നമ്മളെ കൂട്ടത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ കളറുകൾ മിക്സ് ചെയ്ത് പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനത്തെ ഒരുപാട് പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പ്രയാസം തോന്നില്ല. പക്ഷെ നമുക്ക് പ്രയാസം തോന്നില്ല എവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കും. അതിൻ്റെ റിപ്പീറ്റേഷൻ വരാതിരിക്കുമ്പോൾ, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കാതിരിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ നമ്മളൊരു നോട്ടായി, കുറിപ്പായി എഴുതി വെക്കുകയും അത് വീണ്ടും ആവർത്തിച്ച് ഇടവേള കിട്ടുന്ന സമയത്ത്, ഒഴിവ് കിട്ടുന്ന സമയത്ത് വീണ്ടും ആവർത്തിച്ച് അത് പഠിക്കുകയും ചെയ്യണം. ഇത്രയാണ് ആമുഖമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് ഫിസിക്സിൻ്റെ 1ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. പ്രകാശപാതയിലൂടെ എന്നതാണ് ഫിസിക്സിൻ്റെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. നമ്മളെ ചുറ്റുപാട് നടക്കുന്ന പ്രകൃതി പ്രതിഭാസങ്ങളാണ്, പ്രകാശവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഭാസങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മളെ ഒരു നിത്യജീവിതത്തിലെ അനുഭവമാണ് നമ്മളൊരു റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു ബോൾ നമ്മളെ ചുമരിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ചുമരിൽ പതിച്ച്, ചുമരിൽ തട്ടി തിരിച്ചു വരും. ഇതുപോലെ നല്ല മിനുസമുള്ള ഒരു പ്രതലത്തിലേക്ക് നമ്മൾ പ്രകാശം പതിപ്പിച്ചാൽ ആ പ്രകാശം
തിരിച്ചു വരുന്നതിനെയാണ് പ്രതിപതനം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആവശ്യമില്ല, പ്രതിപതനം എന്താണ് എന്ന് നമുക്ക് പഠിക്കാനില്ല. പക്ഷേ പ്രതിപതനം എന്താണ് എന്ന് നമുക്കറിയണം. അപ്പോൾ എന്താണ്? പ്രകാശം മിനുസമുള്ള ഒരു പ്രതലത്തിൽ ചെന്ന് പതിച്ച് അവിടെ നിന്ന് ആ പ്രകാശം തിരിച്ചു വരുന്നതിനെയാണ്. അപ്പോൾ നമ്മൾ കണ്ണാടിയിലേക്ക് ലൈറ്റ് അടിച്ചാൽ ആ പ്രകാശം റിട്ടേൺ വരും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വെള്ളത്തിലേക്ക് ടോർച്ച് അടിച്ചാൽ ആ വെള്ളത്തിൽ പതിക്കുന്ന പ്രകാശരശ്മി തിരിച്ചു വരും. ഇതിനെയാണ് നമ്മൾ പ്രതിപതനം എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ദർപ്പണങ്ങൾ അഥവാ കണ്ണാടിയെക്കുറിച്ചാണ്. മുഖം നോക്കാൻ നാം സാധാരണയായി ഉപയോഗിക്കുന്നത് കണ്ണാടിയാണല്ലോ. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിവിധ ഇനം ദർപ്പണങ്ങൾ. 1. സമതല ദർപ്പണം. 2. ഗോളീയ ദർപ്പണം. ഇവയെക്കുറിച്ച് ഇനി നമുക്ക് വിശദമായി പഠിക്കാം. ദർപ്പണങ്ങൾ 2 വിധമുണ്ട് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. അതിലെ ആദ്യത്തെ ഇനം സമതല ദർപ്പണമാണ്. പരന്ന പ്രതിപതന തലമുള്ള കണ്ണാടിക്കാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിൽ നാം സാധാരണയായി ഉപയോഗിക്കുന്ന കണ്ണാടി അത് സമതല ദർപ്പണമാണ്. നമ്മൾ മുഖം നോക്കാനും മേക്കപ്പ് ചെയ്യാനൊക്കെ വേണ്ടി നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണാടി അത് സമതല ദർപ്പണമാണ്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കണ്ണാടിയുടെ ഏത് ഭാഗം നമ്മൾ സ്പർശിച്ചു നോക്കിയാലും ഏത് ഭാഗം നമ്മൾ തൊട്ടു നോക്കിയാലും അത് ഒരേ നിരപ്പിലായിരിക്കും. ഏതെങ്കിലും ഭാഗം താഴ്ന്നിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം മുന്നോട്ട് തള്ളി നിൽക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതിനെ സമതല ദർപ്പണം എന്ന് പറയുന്നത്. സമതല ദർപ്പണങ്ങളുടെ മറ്റു ഉപയോഗങ്ങൾ നിങ്ങൾക്കറിയാമോ? നമ്മൾ ടെക്സ്റ്റൈൽസിൽ ചെന്നാൽ വസ്ത്രം നമുക്ക് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ സമതല ദർപ്പണത്തിലാണ്. അതേപോലെ ജ്വല്ലറിയിൽ ചെന്ന് നമ്മളൊരു ആഭരണം എടുത്തു കഴിഞ്ഞിട്ട് ആ ആഭരണം നമുക്ക് മാച്ച് ചെയ്യുന്നുണ്ടോ, അത് നമ്മളെ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കണ്ണാടിക്ക് മുന്നിൽ പോയി നിൽക്കും. ആ കണ്ണാടി സമതല ദർപ്പണമാണ്. സ്ക്രീനിൽ നൽകിയ ചിത്രം ഒരു സമതല ദർപ്പണത്തെ സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ എന്താണ് പ്രതിബിംബം എന്ന് പറഞ്ഞാൽ, ഒരാൾ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നാൽ അയാളുടെ ഒരു രൂപം കണ്ണാടിയിൽ നമുക്ക് കാണാം. ആ കണ്ണാടിയിൽ കാണുന്ന ആ രൂപത്തെ പ്രതിബിംബം എന്ന് വിളിക്കും. അതായത് കണ്ണാടിക്ക് മുന്നിൽ ഒരു വസ്തു വെച്ചാൽ ആ കണ്ണാടിയിൽ കാണുന്ന ആ വസ്തുവിൻ്റെ രൂപത്തെയാണ് നമ്മൾ പ്രതിബിംബം എന്ന് പറയുന്നത്. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ. 1. വസ്തുവിൻ്റെ അതേ വലിപ്പം. എന്താ ഇങ്ങനെ പറഞ്ഞാൽ വസ്തുവിൻ്റെ അതേ വലിപ്പം? ഇപ്പോൾ ഒരാൾ കണ്ണാടിയുടെ മുന്നിൽ, നമ്മളെ വീട്ടിലുള്ള കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നാൽ ആ കണ്ണാടിയിൽ കാണുന്ന അയാളുടെ രൂപത്തിന് വലിപ്പ വ്യത്യാസമില്ല, അഥവാ വലിപ്പം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതാണ് വസ്തുവിൻ്റെ അതേ വലിപ്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ഒരു കണ്ണാടിയുടെ മുന്നിൽ ഒരു വസ്തു നമ്മൾ വെച്ചാൽ കണ്ണാടിയിൽ അതിൻ്റെ ഒരു രൂപം കാണും, അതാണ് പ്രതിബിംബം. ആ പ്രതിബിംബവും ഈ വസ്തുവും ഒരേ വലിപ്പത്തിലായിരിക്കും. രണ്ടാമത്തെ പ്രത്യേകത, ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള അകലവും തുല്യമായിരിക്കും. എന്താണ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം? ഒരാൾ ഒരു കണ്ണാടിക്ക് മുന്നിൽ 2 മീറ്റർ അകലത്തിലായി നിന്നാൽ അയാളുടെ പ്രതിബിംബം കണ്ണാടിയിൽ രൂപപ്പെടുമ്പോൾ അതും കണ്ണാടിയിൽ നിന്ന് പിറകോട്ട് 2 മീറ്റർ അകലത്തിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. മൂന്നാമത്തെ പ്രത്യേകത, പ്രതിബിംബം മിഥ്യയാണ്. അതായത് നമുക്ക്
ഈ സമതല ദർപ്പണത്തിൽ പ്രതിബിംബം രൂപീകരിക്കാം. പക്ഷേ മറ്റൊരു സ്ക്രീനിൽ നമുക്ക് വസ്തുവിൻ്റെ പ്രതിബിംബം രൂപീകരിക്കാൻ കഴിയില്ല. അഥവാ ഞാൻ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നാൽ കണ്ണാടിയിൽ എൻ്റെ രൂപം കാണാം. ആ കണ്ണാടിയിൽ നിന്ന് പ്രതിപതിച്ച് വരുന്ന പ്രകാശം ഒരു ചുമരിൽ പതിച്ചിട്ട് ചുമരിൽ എൻ്റെ രൂപം കാണില്ല. എന്നാൽ മറ്റു ചില ദർപ്പണങ്ങളിൽ അത് സാധ്യമാണ്. ഗോളീയ ദർപ്പണങ്ങൾ ഒരു ഗോളത്തിന്റെ ഭാഗമായി വരുന്ന തരത്തിലുള്ള ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. പ്രധാനമായും 2 തരം ഗോളീയ ദർപ്പണങ്ങളാണ് ഉള്ളത്: കോൺകേവും കോൺവെക്സും. ഗോളീയ ദർപ്പണങ്ങളുടെ ഉൾഭാഗം പൊള്ളയായ ഒരു സ്ഫടിക ഗോളത്തിൽ നിന്നും മുറിച്ചെടുത്ത ഭാഗങ്ങളായി സങ്കൽപ്പിക്കാം. ഇത്തരം ആകൃതിയിലുള്ള ഗ്ലാസ് കഷ്ണങ്ങൾ നിർമ്മിച്ച് അതിൻ്റെ കുഴിഞ്ഞ ഭാഗത്ത് പെയിന്റ് ചെയ്ത് ഉന്തിയ ഭാഗം തിളക്കമുള്ളതാക്കുന്നു. ഇത്തരം ദർപ്പണങ്ങളെ കോൺവെക്സ് ദർപ്പണം എന്ന് വിളിക്കുന്നു. ഉന്തിയ ഭാഗത്ത് പെയിന്റ് ചെയ്ത് കുഴിഞ്ഞ ഭാഗം പ്രകാശം പ്രതിപദിക്കുന്ന തരത്തിലുള്ളവയെയാണ് കോൺകേവ് ദർപ്പണങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഗോളീയ ദർപ്പണങ്ങൾ 2 വിധമുണ്ട്. ഒന്ന് കോൺകേവ് ദർപ്പണം, ഒന്ന് കോൺവെക്സ് ദർപ്പണം. ഇനി കോൺകേവ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ. ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ ഷേവൊക്കെ ചെയ്തിട്ട് ഏതെങ്കിലും ഭാഗം ഇനി ക്ലിയർ ആവാനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ മുഖം വലുതാക്കി കാണുന്ന കണ്ണാടിയുണ്ട്. അത് കോൺകേവ് മിററാണ്. സെർച്ച് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ റിഫ്ലക്റ്റർ, ടോർച്ചിലെ റിഫ്ലക്റ്റർ, നമ്മളെ ടോർച്ചിൻ്റെ ഉള്ളിലുള്ള കിണ്ണം എന്ന് നമ്മൾ പറയും. അതിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. അതുപോലെ തന്നെ പല്ല് ഡോക്ടർമാർ അഥവാ ദന്ത ഡോക്ടർമാർ പല്ല് പരിശോധിക്കുമ്പോൾ പല്ല് വലുതായി കാണുന്നതിനായി ഉപയോഗിക്കുന്നതും കോൺകേവ് ദർപ്പണമാണ്. ഇനി നമുക്ക് കോൺവെക്സ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ പഠിക്കാം. കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗമാണ് വാഹനങ്ങളിലെ റിയർ വ്യൂ മിറർ അഥവാ നമ്മുടെ വാഹനത്തിൻ്റെ പിറകുവശത്ത് വരുന്ന വാഹനങ്ങളെ കാണുന്നതിനായി നാം ഉപയോഗിക്കുന്ന സൈഡ് ഗ്ലാസ്. ആ സൈഡ് ഗ്ലാസ് കോൺവെക്സ് ദർപ്പണമാണ്. സ്ട്രീറ്റ് ലൈറ്റ് അഥവാ തെരുവ് വിളക്കിലെ റിഫ്ലക്റ്റർ അഥവാ കിണ്ണമായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. അതുപോലെ തന്നെ റോഡുകളിലെ വളവുകളിലും ജംഗ്ഷനിലും നമ്മൾ കോൺവെക്സ് ദർപ്പണം സ്ഥാപിച്ച് അപകടങ്ങൾ ഒഴിവാക്കുന്നു. സ്ക്രീനിൽ കാണുന്ന വിധത്തിലാണ് നാം കോൺകേവ് ദർപ്പണങ്ങളെ സൂചിപ്പിക്കുന്നത്. കോൺകേവ് ദർപ്പണങ്ങൾ പിറകോട്ട് തള്ളിയിരിക്കുന്നവയാണ്. കോൺവെക്സ് ദർപ്പണങ്ങൾ മുന്നോട്ട് തള്ളിയിരിക്കുന്നു. അവയെ സൂചിപ്പിക്കുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന വിധത്തിലാണ്. കോൺകേവ് ദർപ്പണത്തിൽ മിക്ക സന്ദർഭങ്ങളിലും രൂപം കൊള്ളുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീയായതുമായിരിക്കും. ചില സന്ദർഭങ്ങളിൽ നിവർന്നതും മിഥ്യയുമായുള്ള പ്രതിബിംബവും ലഭിക്കും. എന്നാൽ കോൺവെക്സ് ദർപ്പണത്തിൽ എല്ലായ്പ്പോഴും ചെറുതും മിഥ്യയും നിവർന്നതുമായ പ്രതിബിംബമാണ് ലഭിക്കുക. അതായത് ഞാൻ പറഞ്ഞത് ഇതാണ്: കോൺകേവ് ദർപ്പണത്തിൽ പ്രതിബിംബം ചിലപ്പോൾ വലുതാവാം, അല്ലെങ്കിൽ ചെറുതാവാം, യഥാർത്ഥമാകാം, അല്ലെങ്കിൽ മിഥ്യയാകാം, നിവർന്നതാകാം, അല്ലെങ്കിൽ തല തിരിഞ്ഞതാകാം. എങ്കിൽ കോൺവെക്സ് ദർപ്പണത്തിൽ എല്ലായ്പ്പോഴും ചെറുതും നിവർന്നതും മിഥ്യയുമായുള്ള പ്രതിബിംബമാണ്
ലഭിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗോളീയ ദർപ്പണങ്ങളുടെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചാണ്. ഗോളീയ ദർപ്പണം ഒരു ഗോളത്തിന്റെ ഭാഗമാണല്ലോ. ഈ ഗോളത്തിന് ഒരു കേന്ദ്രമുണ്ടല്ലോ. ഈ കേന്ദ്രത്തെ ദർപ്പണത്തിന്റെ വക്രതാ കേന്ദ്രമെന്നു പറയുന്നു. ദർപ്പണത്തിന്റെ കേന്ദ്രബിന്ദുവിനെ അതിന്റെ പോൾ എന്നു പറയുന്നു. ദർപ്പണത്തിന്റെ പോളും വക്രതാ കേന്ദ്രവും തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന രേഖയെ മുഖ്യ അക്ഷം എന്നു പറയുന്നു. ഗോളീയ ദർപ്പണവുമായി ബന്ധപ്പെട്ട പദങ്ങളായ വക്രതാ കേന്ദ്രം, പോൾ, മുഖ്യ അക്ഷം എന്നിവ പരിചയപ്പെട്ടല്ലോ. കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസ്. ഒരു സമതല ദർപ്പണം ഉപയോഗിച്ച് പ്രകാശത്തെ പ്രതിപതിപ്പിച്ച് ചുമരിൽ പതിപ്പിക്കാൻ നിങ്ങൾക്കറിയാമല്ലോ. സമതല ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ സമാന്തരമായി തന്നെയാണ് പ്രതിപതിച്ചു പോകുന്നത്. അതിനാൽ അവ പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. എന്നാൽ ഒരു കോൺകേവ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിനു ശേഷം പരസ്പരം അടുത്തടുത്തു വന്ന് ഒരു ബിന്ദുവിൽ കൂടി കടന്നുപോകുന്നതായി കാണാം. കോൺകേവ് ദർപ്പണത്തിൽ സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിനു ശേഷം ഒരു ബിന്ദുവിൽ കൂടി കടന്നുപോകുന്നു, അഥവാ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ഈ ബിന്ദുവിനെ ഫോക്കസ് എന്നാണ് വിളിക്കുന്നത്. പ്രകാശരശ്മികൾ യഥാർത്ഥത്തിൽ സന്ധിക്കുന്നതുകൊണ്ട് കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസ് യഥാർത്ഥമാണെന്നു പറയാം. കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ്. ഒരു കോൺവെക്സ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിനു ശേഷം പരസ്പരം അകന്നകന്നു പോവുകയാണ് ചെയ്യുന്നത്. പ്രതിപതന കിരണങ്ങൾ പരസ്പരം അകന്നകന്നു പോകുന്നതിനാൽ ഇവയ്ക്ക് യഥാർത്ഥ ഫോക്കസ് ഇല്ല. എന്നാൽ പരസ്പരം അകന്നകന്നു പോകുന്ന പ്രകാശരശ്മികൾ ദർപ്പണത്തിന് പുറകിലുള്ള ഒരു ബിന്ദുവിൽ നിന്നും പുറപ്പെടുന്നതായി തോന്നുന്നു. ഈ ബിന്ദുവിനെയാണ് കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസായി കണക്കാക്കുന്നത്. അതിനാൽ ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് യഥാർത്ഥമല്ല, മിഥ്യയാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം. ഇതിനെ ഇംഗ്ലീഷ് ചെറിയ അക്ഷരം എഫ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ദർപ്പണത്തിൻ്റെ പോളിൽ നിന്ന് മുഖ്യ ഫോക്കസ് അഥവാ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം. ദർപ്പണത്തിൻ്റെ പോളിൽ നിന്ന് വക്രതാ കേന്ദ്രത്തിലേക്കുള്ള അകലം ഫോക്കസ് ദൂരത്തിൻ്റെ ഇരട്ടിയായിരിക്കും. കോൺകേവ് ദർപ്പണത്തിൽ പ്രതിബിംബം രൂപീകരിക്കാൻ പ്രധാനമായും 4 നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളുടെ സഹായത്തോടെയാണ് കോൺകേവ് ദർപ്പണത്തിലെ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകളും പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും വലിപ്പവുമെല്ലാം നാം വരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ആവശ്യമുള്ള നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ പഠിച്ചതിന് ശേഷം നമ്മൾ പ്രതിബിംബം രൂപീകരിക്കാൻ പഠിക്കുന്നതാണ്. അതായത് പ്രതിബിംബ രൂപീകരണ ചിത്രങ്ങൾ നമ്മൾ വരക്കുന്നതാണ്. സ്ക്രീനിൽ നമുക്ക് ഒരു കോൺകേവ് ദർപ്പണം കാണാം. പി എന്നത് കോൺകേവ് ദർപ്പണത്തിൻ്റെ പോളും, എഫ് എന്നത് ദർപ്പണത്തിൻ്റെ ഫോക്കസും, സി എന്നത് വക്രതാ കേന്ദ്രവുമാണ്. ഇവയെ ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്ന രേഖയാണ് മുഖ്യ അക്ഷം. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കോൺകേവ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപതനത്തിന് ശേഷം ഫോക്കസിലൂടെ കടന്നുപോകുന്നു. വക്രതാ കേന്ദ്രത്തിലൂടെ കോൺകേവ് ദർപ്പണത്തിലേക്ക് എത്തുന്ന പ്രകാശരശ്മി പ്രതിപതനത്തിന് ശേഷം വക്രതാ കേന്ദ്രത്തിലൂടെ തന്നെ തിരിച്ചു പോകുന്നു.
ഫോക്കസിൽ കൂടി കോൺകേവ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്നു. ഒരു നിശ്ചിത കോണളവിൽ കോൺകേവ് ദർപ്പണത്തിൻ്റെ പോളിൽ പതിക്കുന്ന പ്രകാശരശ്മി പതനകോണിന് തുല്യമായ പ്രതിപതന കോണുണ്ടാക്കി പ്രതിപതിക്കുന്നു അഥവാ തിരിച്ചു പോകുന്നു. അഥവാ ചിത്രത്തിൽ I എന്നത് പതനകോണാണ്, R എന്നത് പ്രതിപതന കോണാണ്. ഇവ രണ്ടും തുല്യമായിരിക്കും. നാം പഠിച്ച ആ 4 നിയമങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സഹായത്തോടെ നമുക്ക് കോൺകേവ് ദർപ്പണത്തിലെ പ്രതിബിംബങ്ങൾ രൂപീകരിക്കാം. ഇവിടെ നൽകിയിട്ടുള്ള 4 നിയമങ്ങളിലെ ഏതെങ്കിലും 2 നിയമങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ പ്രതിബിംബം രൂപീകരിക്കുന്നത്. 4 നിയമങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഏതെങ്കിലും 2 നിയമങ്ങളുടെ സഹായത്തോടെ കോൺകേവ് ദർപ്പണത്തിൽ പ്രതിബിംബം രൂപീകരിക്കാം. കോൺകേവ് ദർപ്പണത്തിലെ പ്രതിബിംബ രൂപീകരണ രേഖാചിത്രം വരയ്ക്കാനാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. സ്കെയിൽ ഉപയോഗിച്ച് നമ്മുടെ നോട്ട് പുസ്തകത്തിൽ ഒരു നേർരേഖ വരയ്ക്കുക. ഈ നേർരേഖ ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശേഷം സ്കെയിലിൻ്റെ 0 സെൻറ്റിമീറ്റർ എന്ന ഭാഗത്ത് ഒരു പോയിൻ്റ് ഇട്ട് അവിടെ C അടയാളപ്പെടുത്തുക. C എന്നത് വക്രതാ കേന്ദ്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം 3 സെൻറ്റിമീറ്റർ അകലെയായി മറ്റൊരു പോയിൻ്റ് ഇട്ട് F എന്ന് അടയാളപ്പെടുത്തുക. F എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് മുഖ്യ ഫോക്കസിനെയാണ്. അതിനുശേഷം 3 സെൻറ്റിമീറ്റർ അകലെയായി മറ്റൊരു പോയിൻ്റ് കൂടിയിട്ട് P എന്ന് അടയാളപ്പെടുത്തുക. P എന്നത് ദർപ്പണത്തിൻ്റെ പോളിനെയാണ് സൂചിപ്പിക്കുന്നത്. കോമ്പസിൻ്റെ സഹായത്തോടെയോ പ്രൊട്രാക്ടറിൻ്റെ സഹായത്തോടെയോ Pയിലൂടെ ഒരു ചാപം വരക്കുക അഥവാ ആർക്ക് രൂപം വരക്കുക അഥവാ ഒരു ദർപ്പണത്തിൻ്റെ പ്രതീകം വരക്കുക. ഇനി നമ്മൾ വരക്കുന്ന സമയത്ത് 3 സെൻറ്റിമീറ്റർ തന്നെ എടുക്കണമെന്നില്ല. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് 4 സെൻറ്റിമീറ്ററോ 5 സെൻറ്റിമീറ്ററോ ഒക്കെ തിരഞ്ഞെടുക്കാം. കോൺകേവ് ദർപ്പണത്തിൽ നിന്നും വളരെ വളരെ അകലെയായി സ്ഥിതി ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രതിബിംബം ഫോക്കസിലാണ് രൂപപ്പെടുന്നത്. വളരെ അകലെയുള്ള വസ്തുക്കളിൽ നിന്ന് പ്രകാശം മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ദർപ്പണത്തിൽ വന്ന് പതിക്കുകയും അതിനുശേഷം ഫോക്കസിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിലെ പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതും ചെറുതുമായിരിക്കും. രണ്ടാമത്തെ സന്ദർഭം വസ്തുവിൻ്റെ സ്ഥാനം സിക്കപ്പുറമാണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ വസ്തുവായി എടുത്തിട്ടുള്ളത് AB എന്ന് സൂചിപ്പിച്ച പച്ച ആരോ മാർക്കാണ്. അതാണ് നമ്മുടെ വസ്തു. ഈ വസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന ഏതെങ്കിലും 2 പ്രകാശരശ്മിയുടെ സഹായത്തോടെ പ്രതിബിംബം രൂപീകരിക്കാം. ഒന്നാമത്തെ പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ദർപ്പണത്തിൽ വന്ന് പതിച്ച് ഫോക്കസിലൂടെ കടന്നുപോയി. രണ്ടാമത്തെ പ്രകാശരശ്മി ഫോക്കസിലൂടെ കടന്നു വന്ന് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പ്രതിപതിച്ചു. ഇങ്ങനെ ഈ കണ്ണാടിയിൽ നിന്നും തിരിച്ചു പോകുന്ന 2 പ്രകാശരശ്മികളും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കാണാം. ആ പോയിന്റിൽ ഒരു ചുവന്ന ചെറിയ ആരോ മാർക്ക് കാണാം. A', B' എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ പ്രതിബിംബം. ഒന്നുകൂടി ഈ ചിത്രം ശ്രദ്ധിക്കുക. ഇവിടെ പച്ച ആരോ മാർക്ക് നമ്മുടെ വസ്തുവും ചുവന്ന ആരോ മാർക്ക് പ്രതിബിംബവുമാണ്.
അഥവാ പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതാണ്, തലകീഴാണ്, യഥാർത്ഥവുമാണ്. ഇനി പ്രതിബിംബം രൂപപ്പെട്ടത് എഫിനും സിക്കും ഇടയിലുമാണ്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതായത് പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എഫിനും സിക്കും ഇടയിൽ. മൂന്നാമത്തെ സന്ദർഭമാണ് സ്ക്രീനിൽ കാണുന്നത്. എ ബി എന്ന് അടയാളപ്പെടുത്തിയ പച്ച നിറത്തിലുള്ള നമ്മുടെ വസ്തു ഇരിക്കുന്നത് സിയിലാണ്, അഥവാ വക്രതാ കേന്ദ്രത്തിലാണ്. ഈ വക്രതാ കേന്ദ്രത്തിലിരിക്കുന്ന വസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന രണ്ട് പ്രകാശരശ്മിയുടെ സഹായത്തോടെ നമുക്ക് പ്രതിബിംബം രൂപീകരിക്കാം. ഒന്ന്, മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മി, അത് ഫോക്കസിലൂടെ കടന്നുപോയി. രണ്ടാമത്തെ രശ്മി ഫോക്കസിലൂടെ കടന്നു വന്ന് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നുപോയി. ദർപ്പണത്തിൽ നിന്ന് പ്രതിപതിച്ചു പോയ ഈ രണ്ട് പ്രകാശരശ്മികളും കൂട്ടിമുട്ടുന്ന സ്ഥലം കണ്ടെത്തുക. അവിടെ നമ്മൾ ഒരു ആരോ മാർക്ക് താഴോട്ടിടുക. ചുവന്ന കളറിൽ നമ്മൾ ഒരു ആരോ മാർക്ക് ഇട്ടു. അതിനെ എ ഡാഷ് ബി ഡാഷ് എന്ന് സൂചിപ്പിച്ചു. അതാണ് നമ്മുടെ പ്രതിബിംബം. പ്രതിബിംബത്തിൻ്റെ സ്ഥാനം സിയിൽ തന്നെയാണ്. ഈ പ്രതിബിംബം യഥാർത്ഥമാണ്, തലകീഴായതാണ്. വസ്തുവിൻ്റെ അതേ വലിപ്പമുള്ള പ്രതിബിംബവുമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ നാലാമത്തെ സന്ദർഭത്തിൽ വസ്തു ഇരിക്കുന്നത് സിക്കും എഫിനും ഇടയിലാണ്. ചിത്രത്തിലെ പച്ച ആരോമാർക്കാണ് നമ്മുടെ വസ്തു. ഇനി ഈ വസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന രണ്ട് പ്രകാശരശ്മി എടുക്കുക. ഒന്നാമത്തെ പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു വന്ന് ദർപ്പണത്തിൽ പതിച്ച് പ്രതിപതിച്ച് അത് ഫോക്കസിലൂടെ കടന്നുപോയി. രണ്ടാമത്തെ പ്രകാശരശ്മി ഫോക്കസിലൂടെ ദർപ്പണത്തിൽ പതിച്ച് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നുപോയി. ഇങ്ങനെ ദർപ്പണത്തിൽ നിന്ന് പ്രതിപതിച്ചു പോകുന്ന രണ്ട് പ്രകാശരശ്മികളും കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ചുവന്ന ഒരു ആരോ മാർക്ക് അടയാളപ്പെടുത്തി. അതിനെ എ ഡാഷ് ബി ഡാഷ് എന്ന് സൂചിപ്പിച്ചു. അതാണ് നമ്മുടെ പ്രതിബിംബം. പ്രതിബിംബത്തിൻ്റെ സ്ഥാനം സിക്കപ്പുറത്താണ്. യഥാർത്ഥ പ്രതിബിംബമാണ്, തലകീഴായതാണ്. എന്നാൽ വസ്തുവിനേക്കാൾ വലുതായ ഒരു പ്രതിബിംബമാണ്. അഞ്ചാമത്തെ സന്ദർഭത്തിൽ നമ്മുടെ വസ്തു ഇരിക്കുന്നത് ഫോക്കസിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് പുറപ്പെടുന്ന രണ്ട് പ്രകാശരശ്മി എടുക്കുക. ഒന്ന് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ദർപ്പണത്തിൽ പതിച്ച് അത് ഫോക്കസിലൂടെ കടന്നുപോയി. രണ്ടാമത്തെ പ്രകാശരശ്മി പോളിലേക്ക് ഒരു നിശ്ചിത കോണിൽ പതിച്ച് പതന കോണിന് തുല്യമായ പ്രതിപതന കോണുണ്ടാക്കി തിരിച്ചു പോകുന്നു. ഈ പ്രതിപതിച്ചു പോകുന്ന രണ്ട് പ്രകാശരശ്മികളും വളരെ വളരെ അകലെയാണ് ഇവ കൂട്ടിമുട്ടുന്നത്. അതിനാൽ പ്രതിബിംബവും വളരെ അകലെയാണ് രൂപപ്പെടുന്നത്. ഈ സന്ദർഭത്തിൽ വളരെ വളരെ വലിയ പ്രതിബിംബമാണ് രൂപപ്പെടുന്നത്. അടുത്ത സന്ദർഭത്തിൽ വസ്തു ഇരിക്കുന്നത് ഫോക്കസിനും പോളിനും ഇടയിലാണ്. അങ്ങനെ ഈ വസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന രണ്ട് പ്രകാശരശ്മി നമ്മൾ ഉപയോഗിക്കുക. ഒന്നാമത്തെ പ്രകാശരശ്മി ദർപ്പണത്തിൽ നിന്ന് പ്രതിപതിച്ച് വക്രതാ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നു. രണ്ടാമത്തെ രശ്മി പോളിലേക്ക് പതിച്ച് നിശ്ചിത കോണുണ്ടാക്കി പ്രതിപതിച്ചു പോകുന്നു. ഈ രണ്ട് പ്രകാശരശ്മികളും പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പ്രകാശരശ്മികളെ ദർപ്പണത്തിൻ്റെ പിന്നിലേക്ക് ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്നു. ആ സന്ദർഭത്തിൽ ഈ രണ്ട് പ്രകാശരശ്മികളും ദർപ്പണത്തിൻ്റെ പിൻഭാഗത്ത് കൂട്ടിമുട്ടുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അവിടെ നമ്മൾ പ്രതിബിംബം വരയ്ക്കുന്നു. ഇത് മിഥ്യാപ്രതിബിംബമാണ്. അഥവാ ഇങ്ങനെ പ്രകാശരശ്മികൾ കൂട്ടിമുട്ടിയല്ല ഇവിടെ പ്രതിബിംബം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ മിഥ്യാപ്രതിബിംബം എന്നാണ് വിളിക്കുന്നത്.
പ്രതിബിംബം നിവർന്നതാണ്, വളരെ വലുതാണ്. പ്രതിബിംബത്തിൻ്റെ സ്ഥാനം ദർപ്പണത്തിന് പിറകിലുമാണ്. ഇത്രയാണ് നമുക്ക് ദർപ്പണങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി ദർപ്പണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം, പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യം ഇതാണ്: റോഡുകളിലെ വളവുകളിലും വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായും കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുന്നു, എന്തുകൊണ്ട്? അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ എഴുതേണ്ടത്, കോൺവെക്സ് ദർപ്പണങ്ങൾക്ക് വളരെ വിസ്താരമുള്ള പ്രദേശങ്ങളിൽ നിന്നും പ്രകാശരശ്മികളെ സ്വീകരിക്കാൻ കഴിയും. അതായത് കോൺവെക്സ് ദർപ്പണങ്ങൾക്ക് വീക്ഷണ വിസ്തൃതി കൂടുതലായതിനാൽ ദർപ്പണത്തിലൂടെ നോക്കുമ്പോൾ കൂടുതൽ വിസ്തൃതിയിൽ കാഴ്ചകൾ ദൃശ്യമാകും.